പാട്ടുമായിട്ടുള്ളൊരു വലിയൊരു അകൽച്ച മാനസികമായിട്ട് സംഭവിച്ചു പോയി. ലൈം ലൈറ്റിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു മ്യൂസിക് ഡയറക്ടറാണ്. രാത്രിയിൽ ഒരു 9 മണിക്ക് ശേഷമൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ജാനകി അമ്മയുടെ ഒരു പാത്തോസ് പാടൂ, ഞാൻ ഇന്നലെ രാത്രി നിന്നെ വിളിച്ചിരുന്നോ? സാർ വിളിച്ചിരുന്നു. ഞാൻ എന്താ പറഞ്ഞേ? ആൾക്ക് ബോധമില്ല. പൊടിച്ച് 4 കാലിലാണ് ആശാൻ വരണം, ഇങ്ങനെ ആടിയിട്ട്. അച്ഛനെ കണ്ടതും ആളുടെ മുഖം അങ്ങോട്ട് എന്താ പറയുക, വെള്ള പേപ്പറായി. അങ്ങനെയാണോ ബേസിക്കലി പാട്ട് നിർത്തുന്നത്? അങ്ങനെയാണ് ഞാൻ. എന്നാൽ ഇനി ഇത് വേണ്ട, ഈ കോല് ഇവിടെ ഒടിച്ചിട്ടോളണം, ഇനി മേലാൽ സിനിമാ പാട്ട് പാടാൻ പിന്നണി ഗായികയാവണമെന്നും പറഞ്ഞ് എൻ്റെ മോള് നടക്കരുത്. നടന്നാൽ എൻ്റെ വിധം മാറും. ഇത്രയേറെ പുള്ളിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? എന്നിലൂടെ ഈ ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് അദ്ദേഹത്തിന് ഇനി ഒരു ലൈം ലൈറ്റിൻ്റെ ആവശ്യമില്ല. അതിന് അദ്ദേഹം അർഹിക്കുന്നില്ല. എങ്ങാനും ഇനി എൻ്റെ പേര് പറയുമോ എന്നുള്ളൊരു ടെൻഷനിൽ ജീവിച്ചോട്ടെ. അത്രയെങ്കിലും ഞാനൊരു തിരിച്ചു കൊടുക്കണ്ടേ? ഇന്നത്തെ മഞ്ജുവിന് ആവശ്യത്തിന് വേണ്ടുന്ന തൻ്റെ ഇടം പുരുഷനോടായാലും സ്ത്രീയോടായാലും എൻ്റെ പേഴ്സണാലിറ്റിയെ വയലേറ്റ് ചെയ്ത് പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്താൽ, അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രായഭേദമന്യേ എനിക്ക് വളരെ ശക്തമായിട്ട് റിയാക്ട് ചെയ്യാൻ, അവരെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് കോൺഫിഡൻസുമുണ്ട്, തൻ്റെ ഇടവുമുണ്ട്. അന്നത് ഉണ്ടായിരുന്നില്ല. ഞാനന്ന് ലീവ് എടുത്തിരുന്ന് വീട്ടിലിരുന്ന് കരഞ്ഞു. എനിക്കെന്തോ വലിയ നഷ്ടം വന്നത്. ഇന്നും എനിക്കതൊക്കെ സങ്കടമാണ്. കാരണം എൻ്റെ വലിയ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. ഫ്രണ്ട്സൊക്കെ എത്ര നല്ല സൗണ്ടാണ്, സിനിമയിൽ പാടിക്കൂടെ? അങ്ങനെ ഇത് കേട്ട് പിന്നെ അങ്ങ് ഇളക്കമാണ്. നീ ഇപ്പം നിൽക്കുന്ന അതേ പൊസിഷനിൽ നിന്നിട്ടാണ് KS ചിത്ര അവരുടെ ആദ്യത്തെ പാട്ട് പാടിയത്. അങ്ങ് കുളിര് കോരി ഒരു അവസ്ഥ എന്നൊക്കെ പറയും. ഞാൻ ഒരിടയ്ക്ക് പറയും, സാർക്കാസത്തിൻ്റെ ക്വീനാണ് എൻ്റെ അമ്മ. പുച്ഛിച്ച് നമ്മളെ അങ്ങ് തള്ളിക്കളയും, നമ്മൾ ഇല്ലാതാക്കി കളയും. അപ്പോൾ അമ്മ ഫോണിൽ ചോദിച്ചു, എന്തായി പാടാൻ പോയിട്ട് ഗായിക? മഞ്ജുവാണി ഭാഗ്യരത്നമാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഈ ആക്ഷൻ ഹീറോ ബിജുവിൽ കണ്ടതിന് ശേഷം ഞാൻ ഈ ആൽബത്തിലാണ് ശരിക്കും ശ്രദ്ധിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്, ഈ പാട്ടുകാരിയാണെന്നുള്ള വിവരം അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഒത്തിരി നാളത്തെ ആലോചനയ്ക്കും തയ്യാറെടുപ്പിനും മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പിനും ശേഷം ചെയ്തൊരു കാര്യമാണ്. ഞാനിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ മുതൽ കുടുംബാംഗങ്ങളിൽ പലരും, ഏറ്റവും എന്നെ അടുത്തറിയുന്ന വ്യക്തിപരമായിട്ട് എല്ലാവരും പറഞ്ഞു, നീ ഇത് വളരെ വൈകി ചെയ്യാൻ. വൈകി ചെയ്തെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ആദ്യം നമുക്ക് അതിൻ്റെ ഒരു 2 വരി